ജനങ്ങൾ LDFിൽ നിന്ന് അകന്നുവെന്നും എന്നാൽ അടിത്തറ തകർന്നിട്ടില്ലെന്നും തിരിച്ചടിയിൽ പാഠം പഠിച്ച് തിരുത്തി മുന്നോട്ടു പോകണമെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. സർക്കാരിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായില്ലെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പ് വിധിയുടെ പാഠങ്ങൾ ഇടതുപക്ഷത്തിന് നിർണായകമാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. മൂന്നാം ഭരണത്തിനായി കാലവിളംബരം ഇല്ലാതെ രംഗത്തിറങ്ങണം. ജനവിഭാഗങ്ങൾ LDFിൽ നിന്ന് അകന്നതിൻ്റെ കാരണം കണ്ടെത്തണം. തിരുത്തൽ വരുത്താൻ LDFിന് കഴിയണം. ജനങ്ങളുമായി സത്യസന്ധമായ ആശയവിനിമയമാണ് മാർഗം. ജനങ്ങൾ തന്നെയാണ് വലിയവൻ. ഈ തിരിച്ചറിവോടെ ഇടതുപക്ഷം മുന്നോട്ട് പോകണമെന്നും CPI യോഗത്തിൽ പാർട്ടി നേതൃത്വത്തിനെതിരെ വിമർശനമുണ്ടായെന്നും ബിനോയ് വിശ്വം തുറന്നു പറഞ്ഞു. ഒരു വിമർശനവും LDFിനെ ദുർബലപ്പെടുത്താനല്ലെന്നും മാധ്യമങ്ങളിൽ വന്ന കഥകൾ കേവലം കഥകൾ മാത്രമാണെന്നും LDF ശക്തിപ്പെടണമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. അതിനുള്ള നയങ്ങളും നടപടികളും വേണം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോൽവി അപ്രതീക്ഷിതമാണ്. തോൽവിയോടെ എല്ലാം തീർന്നുവെന്ന് കരുതുന്നില്ല. LDFും പാർട്ടിയും തെറ്റുകൾ തിരുത്തും. മൂന്നാം ഊഴം ഉറപ്പാണെന്നും വീടുകൾ സന്ദർശിച്ച് ജനങ്ങളുടെ അഭിപ്രായം മനസ്സിലാക്കുമെന്നും ഭവന സന്ദർശനം തെറ്റുതിരുത്തൽ പ്രക്രിയയുടെ ഭാഗമാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ജനങ്ങളിൽ നിന്നാണ് പാഠം പഠിക്കേണ്ടത്. ജനുവരി 15 മുതൽ 30 വരെയാണ് CPIയുടെ ഭവന സന്ദർശനം. കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെ ശശി തരൂർ, ദിഗ്വിജയ് സിംഗ്, സൽമാൻ ഖുർഷിദ് എന്നീ 3 പേർ മനസ്സുകൊണ്ട് BJPക്കാരാണ്. മതഭ്രാന്തനോട് ഒരിക്കലും LDF സന്ധി ചെയ്യില്ല. ശബരിമലയിലെ സ്വത്ത് അപഹരിച്ചത് ആരായാലും അവരോട് വിട്ടുവീഴ്ചയില്ല. SIT അന്വേഷണം നിർബാധം മുന്നോട്ട് പോകണം. ഉപ്പു തിന്നവർ ശിക്ഷിക്കപ്പെടണം. KP ശങ്കരദാസിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. CPI ചതിയൻ ചന്തുവാണെന്നും 10 വർഷം എല്ലാം നേടിയിട്ട് സർക്കാരിനെ തള്ളിപ്പറയുകയാണെന്നുമുള്ള വെള്ളാപ്പള്ളിയുടെ വിമർശനത്തിനും ബിനോയ് വിശ്വം മറുപടി നൽകി. വെള്ളാപ്പള്ളി നടേശനെ താൻ കാറിൽ കയറ്റില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. വെള്ളാപ്പള്ളിയല്ല LDF. ഇടതുമുന്നണിക്ക് മാർക്കിടാൻ വെള്ളാപ്പള്ളിയെ ആരും ഏൽപ്പിച്ചിട്ടില്ല. ചതിയൻ ചന്തു പ്രയോഗം ചേരുന്നത് അത് പറഞ്ഞ ആൾക്ക് തന്നെയാണ്. യഥാർത്ഥ വിശ്വാസികളുമായി കൈകോർക്കും. വെള്ളാപ്പള്ളി യഥാർത്ഥ വിശ്വാസിയാണോ എന്ന് മാധ്യമങ്ങൾ വിലയിരുത്തണമെന്നും ബിനോയ് വിശ്വം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം. എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി, കുവൈറ്റ് ആൻഡ് കണ്ണൂർ.